ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ചക്കുത്തേറ്റ വയോധിക മരിച്ചു. 50 ഏക്കർ പനച്ചിമുക്കത്തിൽ എൻ തുളസിയാണ് മരിച്ചത്. മൂന്നാറിൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ പരിഭ്രാന്തിയിലാഴ്ത്തി സെവൻമല പാർവതി ഡിവിഷനിൽ കാട്ടുകൊമ്പനിറങ്ങി. കാഞ്ഞിരവേലിയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് തുളസിയുടെ വീടിന് സമീപമുണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്തുകൊത്തി താഴെയിടുകയായിരുന്നു. വീടിന് മുമ്പിലിരിക്കുകയായിരുന്ന തുളസിയെയും കൊച്ചുമകളെയും തേനീച്ചക്കൂട്ടം ആക്രമിച്ചു. പരുന്തുകൊത്തി ഇട്ടെന്ന് കൊത്തി ഇളക്കിയെന്നുള്ളതാണ് പറഞ്ഞത്. അമ്മ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും ഈ ഈച്ചകളെല്ലാം കൂടെ വന്ന് കുത്തി പൊതിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നടക്കാനും പറ്റത്തില്ല, ഓടാനും ഇല്ലാത്ത ഒരു അവസ്ഥ. ഗുരുതരമായ നിലയിൽ തുളസിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും രാത്രിയോടെ മരണം സംഭവിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മൂന്നാർ സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിൽ നാട്ടുകാർ കട്ടക്കൊമ്പനെന്ന് വിളിക്കുന്ന കാട്ടാന എത്തിയത്. നാശനഷ്ടങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ലെങ്കിലും കാട്ടാന നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. നാട്ടുകാർ ആനയെ പിന്നീട് കാട്ടിലേക്ക് തുരത്തി. ഇതിനുശേഷമാണ് തോട്ടം തൊഴിലാളികൾ ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയത്. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 4 ഏക്കറോളം കൃഷിയാണ് നശിപ്പിച്ചത്. കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞയാഴ്ച കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീടിന് സമീപത്താണ് വീണ്ടും കാട്ടാന എത്തിയത്. ഇന്ദിരയുടെ മരണത്തിന് ശേഷം പ്രദേശത്ത് 24 മണിക്കൂറും RRT സംഘത്തിന്റെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും ഇത് നടപ്പിലായിട്ടില്ല. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ നാളെ ഉന്നതാധികാര സമിതി ഉദ്യോഗസ്ഥ യോഗം ചേരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയിൽ അതിനോടൊപ്പം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കൺവീനറായ ഉദ്യോഗസ്ഥതല ഉന്നതാധികാര സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടർ ഇടുക്കി.